സ്വർണ്ണവില ദിവസേന ഉയരുകയാണ്. കേരളത്തിൽ ഇന്ന് ഒരു പവൻ വാങ്ങണമെങ്കിൽ 1.15 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം. ഇനി വില എന്തെങ്കിലും താഴേക്ക് വീഴുമോ എന്ന് മാത്രമാണ് ആഭരണ പ്രേമികൾക്ക് അറിയേണ്ടത്. ഇപ്പോഴിതാ അതിനുത്തരം നൽകുകയാണ് സാമ്പത്തിക വിദഗ്ധർ. സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇടിവ് രേഖപ്പെടുത്തുകയാണ്. $ഡോളർ ശക്തിപ്പെട്ടതും സുരക്ഷിത നിക്ഷേപ ആവശ്യകത കുറഞ്ഞതുമൊക്കെ സ്വർണ്ണ വികാരത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണവില ഇടിച്ചുകുത്തി താഴേക്ക് വരികയില്ല, ഒരുപാട് മുകളിലേക്ക് പോവുകയുമില്ലെന്നാണ് ഇപ്പോൾ വിദഗ്ധർ നൽകുന്ന സൂചന. വേൾഡ് ഗോൾഡ് കൗൺസിൽ പോലെയുള്ളവരൊക്കെ പറയുന്നത് ഈ വർഷം ഒരു 10 മുതൽ 15% വർധനവ് സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടാകാമെന്നാണ്. പക്ഷേ 10 മുതൽ 15% വരെയുള്ള വർധനവ് എന്ന് പറയുമ്പോൾ 2025-ൽ 83% വർധനവാണ് സ്വർണത്തിന്റെ വിലയിലുണ്ടായത്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ 10 മുതൽ 15% വർധനവ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, വലിയൊരു വർധനവുമല്ല. അത്രയും വർധനവ് കഴിഞ്ഞ് സ്വർണത്തിന്റെ വില താഴേക്ക് വരാം. അതൊരു 75,000-ൽ വരെയൊക്കെ വന്നേക്കാനുള്ള സാധ്യതയുണ്ടെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. സ്വർണത്തിന്റെ വിലയിൽ ഇങ്ങനെ വലിയ കയറ്റിറക്കങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഒരു തരത്തിലും അപകടഭീതിയില്ലാതെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു നിക്ഷേപ മാതൃകയാണ് സ്വർണം. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചാൽ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ വിദേശ ഇൻവെസ്റ്റേഴ്സ് എല്ലാം അവരുടെ ഷെയർ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റ് വിറ്റ് പുറത്തേക്ക് പോകും. അപ്പോൾ ഷെയർ മാർക്കറ്റിലിട്ടാൽ അപകടവുമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തെ ഏറ്റവും ശക്തമായ കറൻസി ആയിട്ട് എന്നും നിലകൊള്ളുന്നത് $ഡോളർ തന്നെയാണ്. ആ $ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളതും. സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ എല്ലാവരുടെയും ഇഷ്ടം $ഡോളറിൽ നിക്ഷേപിക്കുന്നതാണ്. സ്വർണത്തിൽ നിക്ഷേപിച്ചാൽ പണമാക്കണമെങ്കിൽ ചിലവഴിക്കാൻ അത് പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്യണമെന്നുമാണ് വിദഗ്ധരുടെ അഭിപ്രായം. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.